സുഹൃത്തുക്കളെ, ഞാൻ പറയാൻ പോകുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ജീവിതത്തിൽ നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ടൊരു സംഭവമാണ്. അത് ഞാൻ അധികം വളച്ചു കെട്ടില്ല, അത് ഞാൻ നേരെ കാര്യത്തിലേക്ക് വരാം. നമ്മൾ എൻഡ് ഓഫ് അവർ ലൈഫ് ആകുമ്പോൾ, അതായത് എൻഡ് ഓഫ് അവർ ലൈഫ് ലൈക്ക് ഒരു 85-90 ആ വയസ്സുകളിലൊക്കെ നമ്മളെ ഏറ്റവും വലിയ റിഗ്രറ്റ് എന്തായിരിക്കും? നിങ്ങൾ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ? അതൊരിക്കലും എനിക്ക് ഇത്രയും പൈസ നേടാൻ പറ്റിയില്ലല്ലോ, എനിക്ക് ആ ഒരു പൊസിഷനിലെത്താൻ പറ്റിയില്ലല്ലോ, ഇതൊന്നും ഒരിക്കലും ആയിരിക്കില്ല. അപ്പോൾ ഉണ്ടാകുന്ന റിഗ്രറ്റ്, എനിക്ക് കുടുംബത്തോടൊപ്പം കുറച്ചുകൂടി സമയം ചിലവഴിക്കായിരുന്നു, എൻ്റെ എന്താ പറയുക, എൻ്റെ പാഷന് പുറകെ കുറച്ച് പോകേണ്ടതുണ്ടായിരുന്നു, എനിക്ക് കുറച്ചുകൂടി ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുമായിരുന്നു. ഈ റാറ്റ് റേസ് അതിലൊന്നും പോവാതെ നമ്മൾക്ക് വേണ്ട ഒരു കണ്ടൻമെൻറ്റോട് കൂടി ലൈഫ് ജീവിക്കാമായിരുന്നു. അതൊക്കെ ആയിരിക്കും നമ്മൾക്ക് ഉള്ള ഒരു റിഗ്രറ്റ്സ് എന്ന് പറയുന്നത്. ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇതൊരു പല സ്റ്റഡിയും നടന്നതാണ് ഈ ഒരു ഇതിൽ. അതായത് ടുവേർഡ്സ് എൻഡ് എന്തായിരിക്കും ആൾക്കാർ ചിന്തിക്കുക എന്നുള്ളതെന്ന്. ഇത് വളരെ ചെറിയൊരു ജീവിതമാണ് സുഹൃത്തെ. ഇത് ഒരു 90 വയസ്സാണെങ്കിൽ നിങ്ങൾ ജീവിക്കുക ആകെ 27,000 ദിവസമാണ്. അപ്പോൾ ഓൾറെഡി നിങ്ങളൊരു 40-45 ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകുതി കഴിഞ്ഞു. പിന്നെ നമ്മൾ ലൈഫിൻ്റെ ഒരു അൺഎക്സ്പെക്റ്റഡ് നേച്ചർ, അതൊക്കെ നോക്കുന്നേരം എന്നാ പറയേണ്ടത്, പേടിപ്പിക്കുന്നതല്ല, എപ്പോഴും വേണമെങ്കിലും നമുക്ക് എന്തും സംഭവിക്കാമെന്നുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുക. നമ്മൾ ഉള്ള ടൈം ഹാപ്പി ആയിട്ട് കുടുംബത്തോടും സുഹൃത്തുക്കളോടും ഒക്കെ ജീവിച്ച് അവർക്ക് വേണ്ടി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് ഹാപ്പി ആയിരിക്കുക. നിങ്ങൾ ഹാപ്പി ആയിരിക്കാൻ നിങ്ങൾ വലിയ മണിമാളിക പണിയണമെന്നില്ല, വലിയ കാറ് വാങ്ങണമെന്നില്ല. നിങ്ങളെ മനസ്സിന് സന്തോഷം തരുന്ന എന്താണോ, സാറ്റിസ്ഫാക്ഷൻ തരുന്ന എന്താണോ, അത് ചെറിയ കാര്യങ്ങളായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളെ കുടുംബത്തോടൊപ്പം കൂടുതൽ ടൈം അടുത്തൊരു സ്ഥലത്തൊരു ട്രാവൽ പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു രാത്രിയിൽ എല്ലാവരും കൂടി ഒരു ഡിന്നറിന് പോകുന്നതായിരിക്കാം. ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തൂ. അപ്പോൾ നമ്മളെ ലൈഫ് കൂടുതൽ അർത്ഥവത്തും കൂടുതൽ സന്തോഷപ്രദമാവുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ലൈഫിൻ്റെ ഈ മത്സരത്തിനും നിങ്ങൾ ഇന്ന പൊസിഷനിലെത്തണം, ആ ഒരു പൊസിഷനിലെത്തി ഞാൻ കുറച്ചുകൂടി ഹാപ്പി, അതൊക്കെ ഒരു മീനിങ്ങും ഇല്ലാത്ത സംഭവങ്ങളാണ്. പൈസ വേണം, പക്ഷെ നിങ്ങൾക്ക് അതിൽ ഒരു കൃത്യമായ ബോധ്യമാണ് നിങ്ങൾക്ക് എത്ര പൈസ വേണം ഈ ലൈഫ് ജീവിക്കാൻ. അധികം ആൾക്കാരും വേണ്ട പൈസ ഉണ്ടെങ്കിലും എന്തിൻ്റെയൊക്കെയോ പുറകെ പോയിട്ട് വളരെ 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 ടെൻഷനടിച്ച് കൂടുതൽ പൈസ ഉണ്ടാക്കാനുള്ള നെട്ടോട്ടമാണ്. നിങ്ങൾ തന്നെ മനസ്സിലാക്കണം നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത്. എത്ര കിട്ടിയാലും നിങ്ങൾ എന്നാ പറയേണ്ടത്, ലൈഫ് സന്തോഷപ്രദമാക്കാം. അല്ലാതെ ലക്ഷറി മറ്റുള്ളവരെ കാണിക്കുക എന്നുള്ളതല്ല, ലൈഫ് എങ്ങനെ സന്തോഷപ്രദമാക്കാം അത് മാത്രം ആലോചിച്ചാൽ മതി. അപ്പം പറഞ്ഞതുപോലെ അത്ര വളരെ ഷോർട്ടാണത് ഈ ലൈഫ്. അത് നിങ്ങളെ കഴിയുന്നത് പോലെ
സന്തോഷിച്ച് കുറച്ച് നമ്മുടെ ഫ്രണ്ട്സിൻ്റെയും കൂടെയും ഒക്കെ അടിച്ചു പൊളിച്ച് നന്നായിട്ട് ജീവിക്കാം. പിന്നെ വേറൊരു കാര്യം പറയാൻ വെച്ചാൽ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ബന്ധങ്ങളാണ്. അത് നിങ്ങളുടെ കുടുംബത്തോടായിക്കോട്ടെ അല്ലെങ്കിൽ സുഹൃത്തുക്കളോടായിക്കോട്ടെ, അവരായിട്ട് ചിലവഴിക്കുന്ന സമയം തന്നെയാണ് ഏറ്റവും വിലപ്പെട്ടത്. ചിലപ്പോൾ നമ്മൾ വാട്സാപ്പിൽ ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കും, പക്ഷേ അടുത്തിരിക്കുന്ന ആളോട് ഒന്ന് സംസാരിക്കുക പോലുമില്ല. അങ്ങനത്തെ ഒരവസ്ഥയാണ് ഇപ്പം. ഈ ബന്ധങ്ങൾ വെച്ചാൽ ഇത് ഈ സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഇതല്ല പറയുന്നത്, റിയൽ വളരെ എന്താ പറയണ്ടത്, റിയൽ ബന്ധങ്ങളായിരിക്കണം, അല്ലാതെ വെർച്വൽ ബന്ധങ്ങൾ അല്ല. റിയൽ ബന്ധങ്ങളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ആനന്ദിപ്പിക്കുന്നത്. ഇപ്പോൾ അടുത്തുള്ളൊരു സ്റ്റഡി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ്റെ ലോങ്ങിറ്റിവിറ്റി, അതായത് എത്ര കാലം ജീവിക്കുന്നു എന്നുള്ളത് അയാൾ എത്രമാത്രം സുഹൃത്തുക്കളായിട്ട് അടുത്തിടപഴകി ജീവിക്കുന്നു, അല്ലെങ്കിൽ എത്രമാത്രം സോഷ്യലി ഇൻവോൾവ് ആയിട്ട് ജീവിക്കുന്നു, ആ ഒരു ഹാപ്പിനെസ് അയാൾക്ക് കിട്ടുന്നുണ്ടോ എന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു 1000 സുഹൃത്തുക്കൾ വേണമെന്നല്ല ഞാൻ പറയുന്നത്, ഉള്ള സുഹൃത്തുക്കൾ 2-3 ആയിരിക്കും അല്ലേ. അപ്പോൾ അവരുമായിട്ട് വളരെ മീനിങ്ഫുള്ളായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാം. കൂടെ ഒരുമിച്ച് ഒരു പക്ഷേ നിങ്ങളൊരു എല്ലാ ദിവസവും ചിലപ്പോൾ നടക്കാൻ പോകുന്നുണ്ടാകും ഒരുമിച്ച്, അപ്പോൾ പലതും സംസാരിക്കുന്നുണ്ടാകും. അല്ലെങ്കിൽ വീക്കെൻഡിന് നിങ്ങൾ എവിടെയെങ്കിലും ഹൈക്കിങ്ങിന് പോകുന്നുണ്ടാകും. അതൊക്കെ ആയിരിക്കണം. അതായത് പിന്നെ നിങ്ങളെ കമ്മ്യൂണിറ്റി ഗ്യാതറിങ്, അവിടെയൊക്കെ നിങ്ങൾ ഒരുമിച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അതൊക്കെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് കുറേ വലിയ സുഹൃത്ത് വലയം ഉണ്ടാക്കുക, എല്ലാവരെയും സന്തോഷിപ്പിക്കുക എന്നുള്ളതല്ല. നിങ്ങൾക്ക് മനസ്സിന് സന്തോഷപ്രദമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു കൊടുക്കാനാണ് സുഹൃത്തുക്കൾക്ക്. പക്ഷേ ഇനിയൊരു കാര്യം, ഞാൻ വളരെ ബിസിയാണ് എന്ന് എപ്പോഴും പറയുന്ന ആൾക്കാരുണ്ടാവും. അവർ പല ന്യായങ്ങളും പറയാം. അവരിങ്ങനെ ഭയങ്കര വർക്കിൻ്റെ കാര്യം. പക്ഷേ ബിസിയാകുന്നത് മാത്രം ഒരു വലിയ കാര്യമല്ല. ശരിയായ കാര്യങ്ങൾ ചെയ്യണം. അതായത് എന്നാ പറയേണ്ടത്, എത്രമാത്രം പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ അയാൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം. അല്ലാണ്ട് എപ്പോഴും ബിസിയായിരുന്നത് കൊണ്ട് വലിയ സംഭവം അല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അയാൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണോ അയാൾ ചെയ്യുന്നത്, ഈ ബിസി എന്ന് ഉദ്ദേശിക്കുന്നത്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് ചോദിക്കണം, ഞാൻ എൻ്റെ സമയം ശരിയായ കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. അത് ഒരു ദിവസം ചെയ്യുമെന്ന് പറയാൻ തന്നെ ഇന്ന് തന്നെ തുടങ്ങണം. ഒരു കാര്യം തീരുമാനിച്ചാൽ ഇങ്ങനത്തെ ചെറിയ ചുവടുകൾ പോലും വലിയ മാറ്റം ഉണ്ടാക്കും. അപ്പം എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ജീവിതം വളരെ ചെറിയതാണ്. നിങ്ങൾ മൊബൈലിൽ ഒരു റീല് കാണാമെന്ന് വിചാരിച്ച് പിന്നെ തിരിച്ചു വരുന്നത് ഒരു 100 റീല് കണ്ട് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഒന്ന് നിയന്ത്രണം വരുത്തുക. നമുക്ക് അതിനേക്കാളും നല്ല പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. നമ്മളെ ലൈഫ് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യണം. ഇത് മറ്റുള്ള സോഷ്യൽ മീഡിയയോ വെർച്വൽ സൗഹൃദങ്ങളോ ഒന്നല്ല നമ്മളെ ലൈഫ് ഡിസൈഡ് ചെയ്യേണ്ടത്. നമുക്ക് റിയൽ ഫിസിക്കൽ കണക്ഷൻസ് വേണം. ആൾക്കാരോട് നേരിട്ട് പറയാനും സന്തോഷിക്കാനും ഉള്ള അവസരങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, താങ്ക് യു.